ഹായ്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ എങ്ങനെ ഡേ ആപ്പിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കാം എന്ന് കണ്ടു. ഇനിയും ആരെങ്കിലും ഡേ ആപ്പിൽ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഈ കാണുന്ന എങ്ങനെ അക്കൗണ്ട് ഉണ്ടാക്കാം എന്ന വീഡിയോ കാണുക. അതിനുശേഷം ഈ വീഡിയോയിലേക്ക് തിരിച്ചു വരിക. ഇനി നമുക്ക് ഡേ ആപ്പ് എങ്ങനെ യൂസ് ചെയ്യാം എന്ന് നോക്കാം. അതിനായി ഡേ ആപ്പ് ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ ഈ കാണുന്ന വെബ്സൈറ്റിലേക്ക് പോകുക. എന്നിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് സൈൻ ഇൻ ചെയ്യുക. അതിനായി ഈ കാണുന്ന സൈൻ ഇൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഇമെയിലും പാസ്വേഡും എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സൈൻ ഇൻ കൊടുക്കുക. ആദ്യം മണി മാനേജ്മെന്റ് എങ്ങനെ എന്ന് നോക്കാം. അതിനായി ഈ കാണുന്ന മാനേജ് മണിയിൽ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഈ കാണുന്ന മെനു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ കാണുന്ന മണിയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ഇൻകമും സ്പെൻസും ഒക്കെ കാണാം. ഇനി ഇൻകം ആഡ് ചെയ്യാൻ ഈ താഴെ കാണുന്ന ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ എമൗണ്ട് കൊടുക്കുക. അതിനുശേഷം കാറ്റഗറി കൊടുക്കുക. ഒരു ടൈറ്റിലും വേണമെങ്കിൽ നൽകാവുന്നതാണ്. എന്നിട്ട് ഡേറ്റ് സെലക്ട് ചെയ്ത് ആഡ് ഇൻകം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ഇൻകം ആഡ് ആയത് കാണാം. ഇനി എക്സ്പെൻസ് ആഡ് ചെയ്യാൻ ഒരിക്കൽ കൂടി ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ കാണുന്ന ഡ്രോപ്പ് മെനുവിൽ എക്സ്പെൻസ് സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഈ എക്സ്പെൻസ് ടാബിൽ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് എക്സ്പെൻസ് സെലക്ട് ആയിട്ട് ഉണ്ടാവും. എന്നിട്ട് ഇവിടെ എമൗണ്ട് കൊടുക്കുക. അതിനുശേഷം കാറ്റഗറി കൊടുക്കുക. ഒരു ടൈറ്റിലും വേണമെങ്കിൽ നൽകാവുന്നതാണ്. എന്നിട്ട് ഡേറ്റ് സെലക്ട് ചെയ്ത് ആഡ് എക്സ്പെൻസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എക്സ്പെൻസ് ആഡ് ആയത് കാണാം. ഇനി ഹോമിലേക്ക് തിരിച്ചു വന്നാൽ ഇവിടെ നിങ്ങളുടെ ഒരു ദിവസത്തെ വരവും ചിലവും, അതുപോലെ മാസത്തിൽ എത്ര വരവ് ചിലവ് എന്നൊക്കെ കാണിക്കും. അതുപോലെ നിങ്ങളുടെ ബാലൻസും കാണിക്കും. ഇനി ഫിനാൻഷ്യൽ റിപ്പോർട്ട് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. അതിനായി മണി മാനേജ് പേജിലോട്ട് വരുക. എന്നിട്ട് ഈ കാണുന്ന ക്രിയേറ്റ് റിപ്പോർട്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൽ റിപ്പോർട്ട് ടൈപ്പ് എന്ന ഓപ്ഷനിൽ ഓൾ ട്രാൻസാക്ഷൻ, ഇൻകം ഓൺലി, എക്സ്പെൻസ് ഓൺലി എന്നതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് ടൈം പീരീഡ് സെലക്ട് ചെയ്യുക. അതിൽ കസ്റ്റമർ ടൈം പീരീഡ് സെലക്ട് ചെയ്യാൻ ഉള്ള ഓപ്ഷനും ഉണ്ട്. അതിനായി കസ്റ്റമർ റേഞ്ച് സെലക്ട് ചെയ്യുക. എന്നിട്ട് സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റും കൊടുക്കുക. ഇനി കാറ്റഗറി വേണമെങ്കിൽ എൻ്റർ ചെയ്യുക. അതിനുശേഷം ജനറേറ്റ് റിപ്പോർട്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വെബ് ആപ്പ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഡൗൺലോഡ്സിലേക്ക് ഡൗൺലോഡ് ആവും. അല്ല, നിങ്ങൾ മൊബൈൽ ആപ്പ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഫയൽസിൽ ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡറിൽ സേവ് ആയിട്ട് ഉണ്ടാവും. ഇതാണ് നമ്മുടെ റിപ്പോർട്ട്. ഇതിൽ നിങ്ങളുടെ ടോട്ടൽ ഇൻകം, എക്സ്പെൻസ്, അതുപോലെ നെറ്റ് ബാലൻസും കാണാം. പിന്നെ നിങ്ങൾ സെലക്ട് ചെയ്ത ടൈം പീരീഡിലെ ഇൻകമും എക്സ്പെൻസും കാണാം. ഇത് ഇനി നിങ്ങൾക്ക് പ്രിന്റ് എടുക്കുകയോ അല്ലെങ്കിൽ അനലൈസ് ചെയ്യുകയോ ചെയ്യാം. അതുപോലെ നമ്മുടെ ആപ്പിൽ നമുക്ക് ഇൻകമും എക്സ്പെൻസും സെർച്ച് ചെയ്യാൻ ഉള്ള ഓപ്ഷനും ഉണ്ട്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ടാസ്ക് മാനേജ്മെന്റ്, റൂട്ടീൻ മാനേജ്മെന്റ്, അതുപോലെ നോട്ട്സ് മാനേജ്മെന്റ് ഒക്കെ നോക്കാം.